സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. നാളെ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കാസർഗോഡ് മുതൽ പത്തനംതിട്ട വരെയാണ് ജാഗ്രതാ നിർദ്ദേശം. ഇന്ന് 9 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. അതിനിടെ സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 8ആയി. നാളെ 5 ജില്ലകളിൽ മതപാഠശാലകളും ട്യൂഷൻ സെന്ററുകളും അടക്കമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും തുറക്കരുതെന്ന് ജില്ലാ കളക്ടർമാർ ഉത്തരവിറക്കി. വിവരങ്ങളുമായി KB ശ്യാമപ്രസാദാണ് ചേരുന്നത്. ശ്യാമപ്രസാദ്, ഇപ്പോൾ തന്നെ പല ജില്ലകളിലും റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. വലിയ ആശങ്കയുടെ മണിക്കൂറുകളാണ് ഈ രാത്രി കടന്നു പോകാനിരിക്കുന്നത്. നാളെയും അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് മിക്കവാറും ജില്ലകളിൽ തുടരുന്നത്. ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തെല്ലാം? നീലിമ, സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് ഈ മണിക്കൂറുകളിലും. എന്തായാലും നമ്മൾ കഴിഞ്ഞ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ മൺസൂൺ കാലത്തെ ഏറ്റവും കൂടുതൽ അതിതീവ്ര മഴ പ്രതീക്ഷിച്ചിരുന്ന ദിവസങ്ങളായിരുന്നു വെള്ളി ശനി ദിവസങ്ങൾ. ആ വെള്ളി ശനി ദിവസങ്ങളിലാണ് പ്രധാനമായും ശനിയാഴ്ച നിലനിൽക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രധാനമായും അതിതീവ്ര മഴ മുന്നറിയിപ്പ് തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ ഈ ജില്ലകളിലെല്ലാം തന്നെ പ്രധാനമായും 9 ജില്ലകളിൽ ഇന്ന് രാവിലെയോടുകൂടി തന്നെ റെഡ് അലർട്ട് വരികയും 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഈ 9 ജില്ലകൾ റെഡ് അലർട്ടിന് മാറുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ KSDA പുറത്തിറക്കിയ ഈ ഒരു അലർട്ട് മുന്നറിയിപ്പിൽ, അതായത് കാലാവസ്ഥ മുന്നറിയിപ്പിൽ ഉണ്ടായിരുന്നത് ഓറഞ്ച് അലർട്ടായിരുന്നു. എന്നാൽ ഈ രാവിലെയോടുകൂടി തന്നെയാണ് ഈ റെഡ് അലർട്ടിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ രാത്രി 11:15 നിലവിൽ തൽസ്ഥിതിയുടെ മഴ റിപ്പോർട്ട് വരുന്നത്. അതായത് നിലവിൽ റെഡ് അലർട്ടിലേക്ക് മാറണമെന്നുള്ള സാഹചര്യത്തിൽ മുന്നറിയിപ്പ് വരുന്നത്. എന്നാൽ ഈ ജില്ലകളിലെല്ലാം തന്നെ ഈ അറിയിപ്പ് എത്താൻ ഏറെ വൈകിയിരുന്നു. രാവിലെ 7 മണിയോടുകൂടി തന്നെയാണ് ജില്ലാ ഭരണകൂടങ്ങൾ ഈ 9 ജില്ലകളിലും ഈ റെഡ് അലർട്ട് രാവിലെയോടുകൂടി തന്നെ കൈമാറുകയും ചെയ്തത്. അങ്ങനെയാണ് ഈ 9 ജില്ലകളിൽ രാവിലെയോടുകൂടി തന്നെ അലർട്ടുകൾ റെഡ് അലർട്ടിൻ്റെ പരിധിയിലേക്ക് വരികയും ചെയ്യുന്നത്. എന്നാൽ ഓറഞ്ച് അലർട്ടിൽ പോലും നിലവിൽ ക്വിക്ക് ആക്ഷൻ എടുക്കണമെന്ന് തന്നെയാണ് ഓറഞ്ച് അലർട്ട് ഉള്ള പരിധിയിലുള്ള ആളുകളെല്ലാം തന്നെ തീരുമാനമെടുക്കേണ്ടത്. എന്നാൽ ആ ഇടങ്ങളിൽ പോലും ഒരു ആക്ഷൻ എടുക്കാൻ പോലും തന്നെ ജില്ലാ ഭരണകൂടം ഇപ്പോൾ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ തിരുവനന്തപുരത്തും മഴ ഇപ്പോൾ ശക്തി പ്രാപിച്ചു വരികയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലുമെല്ലാം തന്നെ മഴ ശക്തമായി തുടരുകയുമാണ്. എന്തായാലും സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ വളരെ വ്യാപകമായ നാശനഷ്ടങ്ങളുമുണ്ട്. ഒപ്പം തന്നെ 8 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ 6 പേരെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ട് അനുസരിച്ച് 6 പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും നാളെ 12 ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അതിതീവ്രത ജാഗ്രതാ മുന്നറിയിപ്പ് കൂടി നിലവിൽ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ നൽകിയിട്ടുണ്ട്. ക്ഷമിക്കണം, ഞാനൊരു കാര്യം, 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ 9 ജില്ലകളിൽ ഈ റെഡ് അലർട്ട് ഇപ്പോൾ തുടരുകയും ചെയ്യും. നീലിമ. ശരി ശ്യാം.